ഹലോ ഗായ്സ്, എല്ലാവർക്കും സുഖല്ലേ? ഇവിടെ വീട്ടിൽ ഇത്തിരി സുഖം കുറവാണ്. കാരണം മക്കൾക്ക് രണ്ടാക്കും ഒരേപോലെ പനി വന്നു. രാവിലെ മൂക്ക് വന്നു, വൈകുന്നേരമായപ്പോൾ ചെറിയാക്കം വന്നു. അങ്ങനെ മോള് രണ്ടാളും സ്കൂളിലും പ്രീ കെ ജിയിലൊന്നും പോകണില്ല കേട്ടോ. രണ്ടാളും റെസ്റ്റാണ്. അതാ പനി ആയ പിന്നെ ആൾ ഫുൾ വാശിയാണ് കേട്ടോ. ഫുൾ വാശി എന്ന് പറയണമെങ്കിൽ ബെഡിൽ നിന്ന് എണീക്കില്ല, ഭക്ഷണം കഴിക്കില്ല, അങ്ങനെ ഫുൾ പ്രശ്നത്തിലാണ് മൊത്തത്തിൽ. അങ്ങനെ ഞങ്ങളിതാ കുറച്ച് ദോശയൊക്കെ കൊടുത്ത് നല്ലപോലെ വെള്ളം കുടിക്കാൻ പറഞ്ഞു ഡോക്ടർ. ടെമ്പറേച്ചർ ഒന്ന് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് മരുന്ന് എടുത്ത് വെച്ചിട്ടാണുള്ളത്. പക്ഷെ മരുന്ന് കുടിക്കാമെന്ന് പറഞ്ഞാൽ കണ്ടില്ലേ, ഒരു വലിയൊരു ബാലി കയറാ മലയാണ്. വലിയ ആൾ പിന്നെ ഇപ്പോൾ കുറച്ചായിട്ട് കുഴപ്പമില്ല, ചെറിയ ഇപ്പോൾ അവൾ ഇതേ കഥ തന്നെയായിരുന്നു. പിന്നെന്താണ്, ഇപ്പോൾ ടാബ്ലറ്റ് കുടിക്കാൻ തുടങ്ങിയ ശേഷം ഒറ്റയ്ക്ക് വലിയ പ്രശ്നമില്ലാതെ കുടിക്കും. സിറപ്പ് ഒക്കെ കണ്ണെടുത്താൽ കണ്ടുകൂടാം. ചെറിയ ആൾ അങ്ങനെ തന്നെ ആണ്. പക്ഷെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചില നേരത്തെ ഭയങ്കര മടി, അല്ലാന്നുണ്ടെങ്കിലൊക്കെ എന്താ പറയുക നല്ല സുഖമായിട്ട് കുടിക്കും. പക്ഷെ ഇന്ന് ഇപ്രാവശ്യം കുറച്ച് പ്രശ്നത്തിലാണ്. മരുന്ന് കുടിക്കാനൊക്കെ ഒരു മടിയാണ്. അങ്ങനെ എന്തായാലും നിർബന്ധിച്ച് ഓരോന്ന് പറഞ്ഞ് ഓരോന്ന് ഓഫർ ചെയ്ത് കൊടുത്തു. മരുന്ന് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഡോക്ടർ പറഞ്ഞ് ഇളനീരൊക്കെ കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ അച്ഛൻ രാവിലെ തന്നെ 2 ഇളനീര് വെച്ചു മുറിച്ചൊക്കെ വെച്ച് പോയിരുന്നു കേട്ടോ. പക്ഷെ രണ്ടാൾക്കും അവരുടെ സ്വന്തം വാട്ടർ ബോട്ടിൽ തന്നെ കുടിക്കണം എന്ന് നിർബന്ധം. അങ്ങനെ രണ്ടാളതും എന്താക്കി വാട്ടർ ബോട്ടിലാക്കിയിട്ട് ഞാൻ കൊടുക്കുകയാണ് കേട്ടോ. രണ്ടാൾ വാട്ടർ ബോട്ടിൽ സെയിം ആണ്, അല്ലെങ്കിലൊക്കെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഇടയ്ക്കിടയ്ക്കുണ്ട്. അതുകൊണ്ട് സെയിം തന്നെയാണ് അധികം ഞാൻ വാങ്ങാൻ നോക്കൽ കേട്ടോ. അപ്പോൾ അതിന് മാർക്കൊക്കെ ചെയ്ത് രണ്ടാൾക്കും വ്യത്യസ്തമായിട്ട് മനസ്സിലാൻ വേണ്ടിയിട്ട് മാർക്കിങ്ങൊക്കെ കൊടുത്തു. അങ്ങനെ രണ്ടാൾക്കുള്ള വാട്ടർ ബോട്ടിലും ഇളനീരാക്കി. പിന്നെ ഇത് മുറിച്ചിട്ട് അതിനെ കരിക്ക് തിന്നണമെന്ന് ഒരു പറഞ്ഞു. പക്ഷേ മുറിക്കാൻ എനിക്ക് കഴിയില്ല. അപ്പം അച്ഛനെ കാത്ത് കരിക്കവിടെ നിൽക്കുന്നുണ്ട്. പിന്നെ ബോട്ടിലാക്കി 2 പേർക്ക് ഞാൻ കൊടുത്തിട്ടു. മൊത്തത്തിൽ ഈ പനിയാകുമ്പോൾ മക്കളെ പിന്നാലെ നടക്കുമ്പം അമ്മമാർക്ക് അറിയാമല്ലോ, മൊത്തത്തിൽ നേരം വൈകും. അങ്ങനെ പറഞ്ഞു തരുന്നത് എന്താ വെച്ചാൽ എൻ്റെ പരിപാടി മൊത്തത്തിൽ നേരം വൈകി. കറി ഉണ്ടാക്കലും അതുണ്ടാക്കലും ഒക്കെ. ഞാൻ എരിശ്ശേരി ഉണ്ടാക്കാനാണ് വിചാരിച്ച്. അങ്ങനെ ഇതാ വൻപയർ മത്തങ്ങ എരിശ്ശേരി, വറുത്ത എരിശ്ശേരിയാണ്. അത് വറവിടാൻ പോവുകയാണ്. പിന്നെ മത്തൻ്റെ ഇലേൻ്റെ ഉപ്പേരിയും ഉണ്ട്. പിന്നെ മീൻ വറുത്തതുണ്ട് കേട്ടോ. കൂടുതലൊന്നും ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. കാരണം മക്കൾ ചെറിയ ആളെ ഭയങ്കര വാശിയൊക്കെ പിടിച്ച് അങ്ങനെ നിൽക്കുകയാണ്. പനിയാകുമ്പോൾ പിന്നെ മക്കൾ അങ്ങനെ തന്നെയാണല്ലോ സ്വാഭാവികമായിട്ടും. അങ്ങനെ ഏതായാലും പണി കഴിഞ്ഞാൽ ചില പക്ഷെ മൊത്തത്തിലങ്ങനെ നേരം വൈകി. ഇപ്പോൾ തിരുമ്പാനും അതടിച്ച് വരി തുടയ്ക്കാനും ഒക്കെ. പുറത്തൊക്കെ ഒന്ന് ഇറങ്ങി നോക്കുമ്പോൾ അന്തരീക്ഷവും മാറി മൂടിക്കെട്ടിയിട്ടുള്ളൊരു നെഗറ്റീവ് വൈബാണ് മൊത്തത്തിൽ. ഇതെല്ലാം കൂടി ഇങ്ങനെ പരന്നെടുക്കുന്നുണ്ട്. ആകെ ഭ്രാന്തം ആവുന്നുണ്ട്. ഒക്കെ ഒരു സമയത്ത് ഏകദേശം നല്ലപോലെ കഴിഞ്ഞാൽ എല്ലാം ഒരു രസമാണ്. അല്ലാതെ ഒക്കെ പിന്നെ ഒരു മടിയാവും. ആ മടീൻ്റെ അവസ്ഥയിലാണ് ഇപ്പം ഞാനുള്ളത്. അല്ല പുറത്തൊക്കെ അല്ലേ ഒരു ഭയങ്കര ഗ്ലൂമി ആയിട്ടുള്ളൊരു കാലാവസ്ഥ. അതുപോലെ തന്നെ വീടും മൊത്തത്തിലൊക്കെ ഒരു ഗ്ലൂമിയാണ്. അങ്ങനെ മക്കൾ രണ്ടാളും TV ഇങ്ങനെ കാണുന്നതിൻ്റെ ഇടയിൽ കൂടെ ഞാനൊന്ന് തട്ടിക്കൊട്ടി വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ബെഡ്ഷീറ്റും ഒക്കെ ഒന്ന് മാറ്റി, എന്താ പറയുക, പുതിയ ബെഡ്ഷീറ്റൊക്കെ വിരിച്ചു. പില്ലോ കവേഴ്സൊക്കെ ഒന്ന് മാറ്റി. മക്കൾ രണ്ടാളും ചൂടുവെള്ളത്തിലൊന്ന് മേലൊക്കെ ഒന്ന് കഴിച്ച് ഡ്രസ്സൊക്കെ മാറ്റി കേട്ടോ. ഡ്രസ്സൊക്കെ മാറ്റി നല്ല ഇടയ്ക്ക് ബോട്ടിൽ വെള്ളം നിറച്ച് വെക്കുന്നതുകൊണ്ട് എന്താണെന്നറിയോ, അവർ നല്ലതുപോലെ വെള്ളം കുടിക്കുന്നുണ്ട് സിപ്പ് ചെയ്തേ. അപ്പോൾ ഞാൻ അങ്ങനെ രണ്ടാളെ ബോട്ടിലും ചെറിയ ചൂടുവെള്ളം ജീരകവെള്ളമാക്കി വെച്ചു. എന്നിട്ട് രണ്ടാൾക്കും കഞ്ഞിയൊക്കെ കൊടുത്തിട്ടോ. കഞ്ഞിയൊക്കെ കൊടുത്ത് ചെറിയ ആൾക്ക് ഉറക്കം വരേണ്ടതെന്ന് പറഞ്ഞാൽ അങ്ങനെ ഞാൻ ഉറക്കി കിടത്തിയപ്പോൾ പണ്ടത്തെ കുഞ്ഞ് വാവയെന്ന് വെള്ളമാതിരി തോന്നി. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, കണ്ണും പിരികൊക്കെ എഴുതി കൊടുത്തു. സാധാരണ ഇപ്പോൾ കുറേ ആയിട്ട് അങ്ങനെ കണ്ണും പിരികൊന്നും എഴുതാറില്ല. അങ്ങനെ എഴുതി കൊടുത്തു. എത്ര നേരം ഹെക്റ്റിക്ക് വർക്ക് ആയതുകൊണ്ട് എനിക്ക് ഭയങ്കര ക്ഷീണമുണ്ട്. ഇനി ഞാനും കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് എടുക്കട്ടെ. നിങ്ങളുടെ ദിവസം എങ്ങനെ പോയി? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. തണുപ്പത്തൊന്നും ഇറക്കേണ്ട, മക്കളെ ശ്രദ്ധിക്കുക, അസുഖമൊന്നും വരാൻ നോക്കുക. ഓക്കെ, ഇന്ന് ഇത്രയേ ഉള്ളൂ. ബൈ.